Hi, good morning. Good morning, guys. ആടോ എല്ലാവരും ഒരു ഹായ് പറയൂ. ഹലോ. ഹായ് ഹായ് ലുക്ക. അങ്ങനെ സെക്കൻഡ് ഡേ ഇൻ കോലാലംപൂർ സിറ്റി. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് ഒരു ചെറിയ കടയിൽ നമ്മൾ കഴിച്ചത് ചിക്കൻ റൈസ് ആൻഡ് പോർക്ക് റൈസ് കഴിച്ച്. പിള്ളേർ വലിയ കാര്യമായിട്ടൊന്നും കഴിക്കണില്ല. എന്നിട്ട് നമ്മളിവിടെ മിനാറ എക്സ്ചേഞ്ച് TRX മോളിൽ വന്നിരിക്കുകയാണ്. ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയി ഫുഡ് ഓർഡർ ചെയ്യുന്നത്. അവിടെ ഒന്നില്ലെങ്കിൽ മെനുവിൽ ഫോട്ടോസോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, റിങ്കറ്റ് ചെയ്തിട്ടുണ്ടാവും. അത് നോക്കിയിട്ട് എന്ത് വേണമെന്ന് സെലക്ട് ചെയ്യും. യൂഷ്വലി ചിക്കൻ അല്ലെങ്കിൽ പോർക്ക് അങ്ങനെ നമുക്ക് കണ്ടാൽ കുഴപ്പമില്ലാത്ത സാധനങ്ങളാണ്. അപ്പോൾ ഇവിടെ ഓൾറെഡി ബോർഡിൽ ഒരു സാധനം എഴുതിയിട്ടുണ്ട്. ചിക്കൻ വേണോ പോർക്ക് വേണോ? എനിക്ക് പോർക്കാണ്. എന്താണ് പോർക്കാണോ? ചിക്കൻ 3 ചിക്കൻ. വെയിലായതുകൊണ്ടേ ഒരുപാട് സ്ഥലത്തൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ മോളിൽ വരാമെന്ന് വിചാരിച്ചു. ഈ മോൾ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. TRX മോളാണ്. ഇതിൻ്റെ ഉള്ളിൽ ആൾക്കാരുണ്ടാവുമെന്ന് എങ്ങനെയാണെന്നറിയില്ല. കുറച്ച് എക്സ്പെൻസീവ് മോളാണെന്നാണ് നമ്മൾ നോക്കിയപ്പോൾ കണ്ടത്. ഇതിൻ്റെ മേളിൽ ഒരു ഗാർഡൻ ഉണ്ട്. ഇത് കണ്ടില്ലേ? ഇതിൻ്റെ മേളിലൊരു ഗാർഡൻ ഉണ്ട്. വെയിലത്ത് എങ്ങനെ കാണാമെന്ന് പറ്റുമോ, ഈ തണലുണ്ടാവുമെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. പക്ഷെ ഇതാണ് മോൾ. ഇതിൻ്റെ മേളിൽ ഗാർഡൻ ഉണ്ട്. നോക്കട്ടെ, മമ്മി കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് വരുന്നുണ്ട്. പിടിച്ചോളൂ. ഓക്കെ, സോ മമ്മി ആടുവിനെ പിടിച്ചു സഹായിച്ചു. എനിക്കാണെങ്കിൽ ഇന്നലെ നടന്ന് കാലൊക്കെ കുറച്ച് വേദനയായിട്ടുണ്ട്. നല്ല വെയിൽ. ഓക്കെ, ഇതാണ് എൻട്രൻസ് കേട്ടോ. നമ്മൾ വന്നത് എന്തോ ബാക്ക് സൈഡിൽ നിന്നാന്ന് തോന്നുന്നു. ഇതാണ് ആക്ച്വലി എൻട്രൻസ്, ഫ്രണ്ടിലത്തെ വ്യൂ. ഓക്കെ, കുറച്ച് എക്സ്പെൻസീവ് കടകളും സംഭവങ്ങളൊക്കെ ഉള്ള പ്രാഡ, ബെല്ലൻസിയാഗ, എല്ലാ മോളിലും ഇതൊക്കെ തന്നെയാണ്. ഓക്കെ, ഡാഡ, മമ്മി, ലിയോ, സെബിൻ. 2 കുട്ടികളുള്ളതുകൊണ്ട് വീഡിയോസ് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വീഡിയോസ് പോയിട്ട് എന്താ പറയുക, ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല, എന്നാലും ഒരു രസം. ഓക്കെ, ദി എക്സ്ചേഞ്ച് മോൾ. ഈ മോളിലാണ് നമ്മൾ വന്നേക്കണേ. ഇതിൽ ആ സ്റ്റെയർ കണ്ടില്ലേ, ഗാർഡനിലേക്കുള്ള സ്റ്റെയറാന്ന് തോന്നുന്നു. അവിടെയൊക്കെ നല്ല ചെടിയൊക്കെ വെച്ച് നല്ല ഭംഗിയുണ്ട്. വെയിലായതുകൊണ്ട് കയറാൻ ബുദ്ധിമുട്ടായിരിക്കും. അതെ, നീനു ആൻറ്റിക്ക് എന്താ പറയാനുണ്ട്? എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. എന്താ പറയാ, നീനു ആൻറ്റിക്ക് ഇവിടെ ഷോപ്പിംഗ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. പക്ഷെ നീന്റെ സില്ലറി ഇല്ല. റിങ്കറ്റ്സ് ഉള്ള നോ റിങ്കറ്റ്സ്, നോ മണി. Only love. Only love. Only love. Love. ഒരാൾ ക്ലാസ് വെച്ചപ്പോൾ ഒരാൾ ക്ലാസ് മാറ്റി. Love. Love. ലവ് ഞാൻ കാണിച്ചു തരാം. Love. എന്നെ പിള്ളേര് പഠിപ്പിച്ചാണ്ടാ. Love. ഞാൻ പഠിച്ചു. Love. Love. ഇവന്റെ ടീച്ചറാണ് മാത്സ് ടീച്ചർ ആൻഡ് മാത്സ് ടീച്ചർ. കണക്കൂട്ടാൻ ലവ് കിട്ടാണ് കണക്ക് പഠിപ്പിക്കുന്നത്. നീനു പറ, ഒരു റിങ്കറ്റ് എത്ര? 19.69. യെസ്, അത് തന്നെയാ പറഞ്ഞത്. ടീച്ചർ ഗ്രാമർ പറയാൻ വന്നേക്കണത്. കോമഡി 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 ചാമ്പടി ചാമ്പടി. ഓക്കെ, അങ്ങനെയാണോ? അത് സെബിൻ ഇയാളെന്തോ വലിയ ആളാന്ന് ശരിക്കുള്ള സെബിനെ നിങ്ങൾക്ക് അറിയാൻ പാടില്ല. അവിടെ ഡാഡി മമ്മീനോട് ഞാൻ പറയും, സെബിൻ നല്ല കളിയാക്കലൊക്കെ കളിയാക്കും എന്ന് പറയില്ലേ, വിശ്വസിക്കൂല. പിന്നെ ആ ചെക്കന്, ആ പാവത്താന
എന്ത് ശുദ്ധം പാവത്തിന് ഇങ്ങനെയൊക്കെ പറയാവോന്ന്. കണ്ടില്ലേ, ഇതൊക്കെ ഞാനിടും. കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ മുഖം കണ്ടില്ലെന്ന് പറഞ്ഞ് എല്ലാവർക്കും പരാതി. ഇപ്രാവശ്യം എൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കട്ടെ. ഇല്ല, കൂടുതലും ബാക്ക് ഇങ്ങനെ ഫ്രണ്ട് ഞാൻ വീഡിയോ എടുക്കണല്ലേ തിരിച്ച്. പക്ഷെ കൈവേദന എടുക്കണേനെ പിടിച്ചിട്ട് പറഞ്ഞ ഉയരം കൂടുന്നവർ സാധനങ്ങളുടെ വില കുറയുന്നു. അങ്ങനെയൊക്കെ ഡിയോ പറയണത്. അതാണ് ഈ മോളുടെ പ്രത്യേകത. ഇവിടെ ഒരുത്തനെ ഇറങ്ങി തുടങ്ങിട്ടാ, ഇനി നോക്കണ്ട. ഇത് നമ്മൾ ഈ TRX മോളിൽ 4th ഫ്ലോറിലാണ്. TRX സിറ്റി പാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അടിപൊളി. ഇത് ഒരു മോളിൻ്റെ പൊക്കത്താണ് ഈ ചെയ്തിരിക്കുന്നതെന്ന് പറയോ. നമ്മൾ പെട്ടെന്ന് നോക്കിയത് ഇതിൻ്റെ ഇവിടെ ഇതൊക്കെ ഉണ്ടല്ലോ പിള്ളേർക്ക് കളിക്കാനുള്ള. അതല്ലേ പറഞ്ഞത് മുകളിലേക്ക് വരാന്ന്. ഇത്രയും പെട്ടെന്ന് മുകളിലേക്ക് വന്നിട്ട് നമുക്ക് എന്താണ് ചെയ്യാനുള്ളതില്ലയോ? ഇവരവിടെ അഴിഞ്ഞു കിടക്കണായിരുന്നില്ലേ? ഡോണ്ട് ബി സോ ആംഗ്രി യങ് മാൻ. കസ്റ്റം സാധനങ്ങളിലേക്ക് ഫോട്ടോ ഒന്നും എടുക്കാൻ പാടില്ല ശരിക്കും. അവിടുത്തെ സെക്യൂരിറ്റി ഒന്ന് പുറത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ലിയോ പറയുന്ന എക്സ്ക്ലൂസീവ് പീസസിൻ്റെ ഒന്നും ഫോട്ടോ എടുക്കാൻ പാടില്ല. നമ്മളവിടെ യൂഷ്വൽ കാഷ്വൽ ആയിട്ടുള്ള വീഡിയോ എടുത്തത്. ഇവിടെ വെള്ളമൊക്കെ ചാടണം, അടിപൊളിയാണല്ലോ അല്ലേ മമ്മ? എന്ത് വെച്ച് പല്ലുവേദന ഉണ്ട് അല്ലേ? എന്താണ്ടൊക്കെ തിന്നിട്ടുണ്ട്. Hey guys, we are going this way. നിങ്ങൾ അവിടെ നിൽക്ക്, ഞാൻ ഒരു ഫോട്ടോ എടുത്ത് തരാം. അവിടെ നിൽക്ക്. ഇത് കണ്ടോ, നമ്മളൊരു ബിൽഡിങ്ങിൻ്റെ മേളിലാണ് നിൽക്കുന്നത്. മേളിൽ നിന്ന് ഇങ്ങനെ വ്യൂ ആണ്. മേളിലാണ് ഈ ഗാർഡൻ, മരങ്ങളും ഈ ഫൗണ്ടനും എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. ലിയോയും കൊച്ചൊക്കെ എങ്ങോട്ടോ പോയി, എനിക്കറിയില്ല എവിടെയാണ്, കണ്ടുപിടിക്കണം. ലൂക്ക പോയി. ഉണ്ട് ഇവിടാ. പോവാ അങ്ങോട്ട് അപ്പുറത്തേക്ക്. മീനാൻഡി സ്പോസിങ്. ഇവിടെ ഇങ്ങനെ കുനിഞ്ഞിരിക്കല്ലേ, കുറച്ച് നേരെ ഇരുന്നേ. ബാഗ് മാറ്റാം. ആക്ച്വലി അകത്തേക്ക് കയറി. ഇവിടെ എവിടെയാണ് ലിയോയും കൊച്ചും പപ്പയും അമ്മയും ഉള്ളതെന്ന് നമുക്കറിയില്ല. അവര് വഴക്കിട്ട് പോയി. അതെ. ഹായ്, ഹലോ ലൂക്ക. ഇവിടെ എവിടെയോ ഉണ്ട്. എവിടുന്നോ അവിടെ ഉണ്ട്. ഡാഡിനെ കണ്ട്. ഇവിടെ വെള്ളം. ഓ വെരി നൈസ്. ഇത് വേണമെങ്കിൽ ഇതുങ്ങൾക്ക് നിന്ന് കുളിക്കാം. ഇതിലൊക്കെ കയറി പോയേക്കണേണോ ആടു? എന്തോ ആടു എന്തേ? മമ്മി പോവല്ലേ? അവൻ പോയിട്ട് വരട്ടെ മമ്മി. നോക്കട്ടെ മമ്മി, ഇങ്ങടെ നീക്ക് നോക്കട്ടെ. ഞാൻ അതിന്റെ ഉള്ളിൽ എവിടെയാണ് നോക്കട്ടെ. ഞങ്ങൾ മര്യാദക്ക് അവിടെ കുറെ നേരം ഫോട്ടോ എടുത്തിട്ടുണ്ടായില്ല. അതുകൊണ്ട് ഇപ്പൊ നല്ല വെയിലാണല്ലോ. ഹായ് ആടം പോയി. കേറിക്കോ. എന്തുവാണെങ്കിൽ ചെയ്തോ അതിന്റെ ഉള്ളിൽ കയറി. വേണ്ട, പേടിയാണോ?
അതിവിടെ വീണാലൊന്നും കുഴപ്പം പറ്റാതിരിക്കാനുള്ള മാറ്റാൻ. വീഴുവൻ എന്തായാലും ഇറക്കിക്കോ. വീഴുമായിരിക്കും ഇവിടെയൊക്കെ എന്ന് വെച്ചാൽ കുളുകുളു ആയതുകൊണ്ട്. വീണാലും കുഴപ്പമൊന്നുമില്ല, താഴെ ഉണ്ടാവും. കേറ്, തന്നെ കേറ്. എനിക്ക് കയറാൻ പറ്റുമോ? കൊച്ചിനെ നോക്കിക്കോട്ടാ, കൊച്ചിനെ നോക്കിക്കോ. വന്നാലും കേറിക്കോ. ഹായ് അടുപ്പോക്കോ. നിരങ്ങി നിരങ്ങി പോ. അവനെ പോയി നിരങ്ങി നിരങ്ങി പോ. അയ്യോ വാവ വന്നേ. എവിടെ എവിടെ? രണ്ടും കൂടി മറിഞ്ഞു വിടല്ലേ? അടുന്ന് ഇറങ്ങിപ്പോവാടു. വാ വൈകുന്നേരം ഇവിടെ ആളായിരിക്കും ചിലപ്പോ. ഇവിടെ കൂടി ഇറങ്ങണ കൊച്ചിനെ. സെബിന അവിടെ കണ്ടോട്ടെ. നമ്മൾ താഴേക്ക് ഒന്ന് തീരുമാനിച്ചു. വെയിൽ കാരണം വെയിൽ സഹിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര വെയിലായതുകൊണ്ട്. ഇവർക്ക് ഇവിടെ കളിക്കാനൊക്കെ ഇഷ്ടപ്പെട്ട് ആടുമ്പോൾ ഇവിടെയൊക്കെ അതേ കണ്ടല്ലേ ഭയങ്കര കളിയാണ്. ഇറങ്ങി ചാടിയൊക്കെ. പക്ഷേ ഭയങ്കര ചൂട്. അതുകൊണ്ട് ഇവിടെ അധികം നിൽക്കണ്ട, നമുക്ക് മോളുടെ ഉള്ളിൽ തന്നെ ഇവരെ ഓടിക്കാം എന്ന് ലിയോ ലാസ്റ്റ് തീരുമാനിച്ചു. ഓക്കെ, സോ മോളുടെ ഉള്ളിലേക്ക് കയറാണ്. അവിടെ പോയി ഇനി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം ഇവർ ഓടണായിരിക്കുമല്ലോ. ആടു സേ ഹായ്. ഹായ് ഹായ്. പോവാം, താഴെ പോവാം, മോളുടെ അകത്ത് പോവാം. ആടു ഏത് ഏത് ഏട് ഇവിടെ 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 ഇങ്ങനെ അവിടെ പിടിച്ച് കറക്ക് കറക്ക് ഇങ്ങനെ. അതെ കണ്ടാ കണ്ടാ കണ്ടാ. ഇവിടെ ഇവിടെ വേറെ കാണിച്ചത്. ഇവിടെ പിടിക്ക് ചാമ്പ് ഇങ്ങനെ. ദേ ഇങ്ങനെ. അതെങ്ങനെയാ ഇറങ്ങണേന്ന് അറിയാമോ? ഭയങ്കര പണി. ചൂടാണ്, ചൂട് ചൂട്. വാ എന്താന്ന് കാണണ്ടേ? പിടിച്ചോ. ആ എന്താന്ന് കാണാം നമുക്ക്. പിടിച്ചോ. ആട് പോവുമ്പാ. ഹായ് ആട് വന്നിട്ടാ ഡാഡാ. ഡാഡാ ആട് വന്നി. ഹായ് കേൾക്കോ കേൾക്ക. ആന്റി പിടിച്ചു തരാം. ഹായ് നമ്മൾ TRX സിറ്റി മോളിൻ്റെ അകത്താണ്. അകത്തുള്ള വ്യൂ ആണ്. നമുക്കിവിടെ ഇടയ്ക്ക് ഒരു സിറ്റിംഗ് സ്പേസ് പോലെ കണ്ടു. നമ്മൾ പെട്ടെന്ന് കയറി വന്നപ്പോൾ അത് കണ്ടില്ലേ, ഇടയിൽ ഇവിടെ ഒരു ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ സ്റ്റെപ്പും ചെയറൊക്കെ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാം. നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുക്കണമെങ്കിൽ. നാടൻ പോയി അങ്ങോട്ട് ഓടി. ഇത് കണ്ടില്ലേ, ഇവിടുത്തെ ഐഫോൺ സ്റ്റോറിൻ്റെ ഔട്ട്ലെറ്റ് കണ്ടോ? നല്ല അടിപൊളി. ഇതിൻ്റെ അകത്ത് എന്തോരം ആൾക്കാരുള്ളത്. ആൻഡ് നല്ല ഭംഗിയുള്ള, അതിനു വേണ്ടി മാത്രം മേളിലൊരു ഫ്ലോറ്, താഴെ നമ്മളപ്പോൾ ഇന്ന് സെൻട്രൽ മാർക്കറ്റ് എത്തി.
ഇവിടുത്തെ ഫേമസ് മാർക്കറ്റാണ്. ഇനി ATM പോയിട്ട് പൈസ എടുക്കണം. 10 പൈസ കയ്യിലില്ല. കറക്റ്റ് അളന്ന് പിടിച്ച് ടാക്സി പിടിച്ച് വരേണ്ടി വന്ന്. നേരെ നമുക്ക് നേരെ പോവാം. ശ്വേതയുടെ ഫോൺ എൻ്റെ കയ്യിലായിപ്പോയി. അപ്പോൾ ശ്വേത പറഞ്ഞ് എൻ്റെ അടുത്ത് വീഡിയോ എടുക്കാൻ. അങ്ങനെ ഞാൻ വീഡിയോ എടുത്ത് അവരെവിടെയാണാവോ? അവിടെ നിൽക്കുന്നുണ്ട്. അവിടെ എത്തി. അപ്പം ഇനിയിപ്പോൾ ATM തപ്പണം. അപ്പോൾ ഫോൺ ചേതൊക്കെ കൈമാറിയിട്ട് ATM തപ്പണം. അല്ലെങ്കിൽ ഒരു സാധനം വാങ്ങാനായിട്ട് പൈസ എൻ്റെ കയ്യിലില്ല. ഇന്നലെ വാങ്ങേണ്ടതായിരുന്നു, ബട്ട് ഇന്നലെ എടുക്കേണ്ടതായിരുന്നു പൈസ, ബട്ട് ഇന്നാവട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ കറക്റ്റായിട്ട് കൈ എടുത്തപ്പോഴേക്കും ഞാൻ വീഡിയോ ഓഫ് ചെയ്തില്ല. പക്ഷേ നല്ല അടിപൊളി ബോബട്ടി സൂപ്പറാണ്. അതിൻ്റെ ഉള്ളിൽ നല്ല ജെല്ല് പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ കിട്ടാത്ത ടൈപ്പ് സാധനങ്ങളാണ്. എല്ലാവരും മസ്റ്റ് ട്രൈ ആണ്. എല്ലാവരും വന്നോ. അടുത്ത വീഡിയോ ഇവിടെ ബോബട്ടി വേണമെന്ന് പറയുന്നു. എനിക്ക് ബോബ കിട്ടുന്നില്ല. ഇതാണ് നമ്മുടെ സെൻട്രൽ മാർക്കറ്റ് കേട്ടോ. സെൻട്രൽ മാർക്കറ്റ് നമുക്ക് അത്ര സെറ്റായില്ല, ഭയങ്കര കോസ്റ്റ്ലി ആയിട്ട് തോന്നി. അതുകൊണ്ട് പെത്തലിംഗ് സ്ട്രീറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പെത്തലിംഗ് സ്ട്രീറ്റിൽ കുറച്ചും കൂടെ അഫോർഡബിൾ ആയിട്ടുള്ള സാധനങ്ങളുണ്ടെന്ന് പറഞ്ഞു. ആർക്കെങ്കിലും എന്തെങ്കിലും ചെറിയ ചെറിയ സാധനങ്ങൾ, ഗിഫ്റ്റ് ഐറ്റംസ് വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ വാങ്ങിക്കണം. പിന്നെ ഡാഡി മമ്മി കുറച്ച് ലിസ്റ്റ് തന്നിട്ടുണ്ട്. ടീഷർട്ട്സ്, അതിലോ മലേഷ്യ ടീഷർട്ട്സൊക്കെ വേണം. അപ്പോൾ അത് നോക്കണം. അത് പെത്തലിംഗ് സ്ട്രീറ്റിൽ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായി. അപ്പോൾ അവിടെ തന്നെ ഉണ്ടാവും എന്ന് ഓർത്ത് നോക്കാൻ വേണ്ടി പോവാണ്. കിട്ടുമെന്ന് കണ്ടറിയാം. അവിടെ നോക്കി ഹൈ പറഞ്ഞു നമ്മുടെ പുറകിലത്തെ ബോഗിയില് പപ്പയും അമ്മയുണ്ട്. കണ്ട അമ്മി നോക്കണ്ട കുഴപ്പമില്ല വീഡിയോ എടുത്തതാണ്. ഞാൻ അടുന്ന് ചിരിച്ചു കണ്ട വീഡിയോയില്. നമുക്കിരുന്ന അല്ല അവര് വലിയ കുഴപ്പമില്ലാതിരിക്കണല്ലോ. ഇത് എവിടെയായിരുന്നു നോക്കട്ടെ. ഓക്കെ, ഞങ്ങളങ്ങനെ വില കുറഞ്ഞ കട കണ്ടുപിടിച്ചിട്ടുണ്ട്. ഏറ്റവും മുകളിലാണ്. ഇത് എത്രാമത്തെ ഫ്ലോറിലാണ്? 3rd ഫ്ലോർ ആണെന്ന് തോന്നുന്നു. 2nd ഫ്ലോർ. ഇവിടെ ഒരു കടയിൽ ഉണ്ട്. നമുക്ക് കയറി നോക്കാം എത്രയൊക്കെയാണ് റേറ്റ് എന്ന്. ഇത് ബർജിയ ടൈം സ്ക്വയറിലെ മാളാണ്. ഇവിടെ എല്ലാ സാധനവും ഭയങ്കര ചീപ്പ് റേറ്റിന് കിട്ടുന്നതാണ്. 10-20 റിംഗറ്റ്സിന് ഒക്കെ ടീഷർട്ട്സ്, പിന്നെ കുറേ സാധനങ്ങളുണ്ട്. ചെരുപ്പ്, വാച്ച്, എല്ലാം പെർഫ്യൂംസ്, കൊച്ചുങ്ങളുടെ ഡ്രസ്സ് എല്ലാം ചീപ്പ് റേറ്റിന് കിട്ടുന്ന ഒരു കടയാണ്.
അല്ല ഞങ്ങൾ മഴ ചെറുതായിട്ട് ഞങ്ങൾ എവിടെ നിന്ന് ഇറങ്ങാൻ പോയപ്പോഴാടോ ബർജെ ടൈം സ്ക്വയർ മുകളിൽ കറങ്ങി കഴിഞ്ഞ് ഇറങ്ങാൻ പോയപ്പോൾ കട്ട മഴ. അത് ഇടി വെട്ടി ഡാഡയുടെ ഒടുക്കത്തെ പ്രാർത്ഥന കാരണം ഇവിടെ വരെ മഴ. ഡാഡേ നാട്ടില് മഴ പെയ്യട്ടെ എന്റെ ചെടി നനയണേ എന്ന് പ്രാർത്ഥിച്ച് ഇവിടത്തെ ചെടി വരെ നനഞ്ഞു പോയി. എന്റെ പൊന്നേ. അതെ അങ്ങനെ വന്നിട്ടേ സെബിൻ വലിയ കാര്യത്തിന് ഇവിടെ ലൈറ്റ് കിട്ടണില്ല. സെബിൻ ഗ്രാബിൽ അയാള് പൈസ വെച്ചിട്ട് ഒരു 3 രൂപയും കൂടെ വേണമെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ സെബിൻ എണ്ണണേന്ന് ചില്ലറ 1 2 3 എന്താണ് ഇന്ത്യൻ റുപ്പീസ് 3 കോയിൻ. ഭാഗ്യത്തിന് കൊടുത്തില്ല, ഇല്ലെങ്കിൽ അയാള് സോ ഗൈസ് മലേഷ്യ വരുമ്പോൾ മലേഷ്യൻ റിങ്കറ്റ്സ് മാത്രം കൈ പിടിക്കുക. ഇന്ത്യൻ കോയിൻസും ഇന്ത്യൻ റുപ്പീസും അതെ ഇന്ത്യൻ റുപ്പീസും കൈ പിടിച്ചിട്ട് അത് അബദ്ധവശം എണ്ണി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ തെറി പറയും. അവരാണെങ്കിൽ മലേഷ്യയിൽ എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുകയും കൂടിയില്ല അല്ലേ? അതെ അതെ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് നമ്മളിപ്പോൾ എവിടെ എത്തി? ട്വിൻ ടവേഴ്സിലെത്തി. ഇത് എന്തായാലും കാണണം. ഇവർ കണ്ടിട്ടില്ല, ഞാൻ കണ്ടതാണെങ്കിലും നമ്മൾ കണ്ടിട്ടില്ലല്ലോ എന്ന് വിചാരിച്ച് ഇവിടെ വന്നതാണ്. ആഡൂസ് ഉറങ്ങി, ലൂക്കെ ഉറങ്ങി. എന്താണെന്നറിയില്ല, ഇവർ ഭയങ്കര കോർഡിനേഷനാണ് അല്ലേടോ. രാവിലെയും ഒന്ന് ഒരുമിച്ച് എണീക്കുന്നു, ഒരുമിച്ച് കളിക്കുന്നു, ഒരുമിച്ച് ഭക്ഷണോ ഹരി അവനിവിടെ നിന്നാ ഭക്ഷണം, അവൻ ഭക്ഷണം കഴിക്കണം. അതെ അതെ അത് വേണം. എൻ്റെ കൈവേദന എടുക്കുന്നു. വേണ്ട, എൻ്റെ കൊച്ചിനെ പിടിക്കാൻ എനിക്കറിയാമെന്നൊക്കെ. എവിടെ കാലുവേദന എടുക്കുമ്പോൾ ഞാൻ മമ്മിക്ക് കൊടുക്കും. ഇത് വീഡിയോ എടുത്തിട്ട് കൈവേദന എടുക്കണം എന്നാ മമ്മി പറഞ്ഞു. അങ്ങനെ ട്വിൻ ടവറിൽ നിറച്ച് മലയാളികളാണ് കേട്ടോ, ഇന്ത്യക്കാർ മൊത്തം. ഇന്ത്യക്കാരൊക്കെ കാണിക്കണോ? ഓ മൈ ഗോഡ്. ഇടിക്കോ എന്താടോ പറ. നോക്കട്ടെ, ഞാൻ കാണിച്ചു തരാം. ലുലുമണി, മുത്തുമണി. മൈ ഗോഡ്. ഞങ്ങള് 3 പെണ്ണുങ്ങളെയും 2 കുഞ്ഞുങ്ങളെയുമായിട്ട് ഒറ്റക്കാക്കിയിട്ട് ഇവിടെ ഒറ്റപ്പിടിച്ചിട്ട് പിന്നെ ഞാൻ നന്നായിട്ട് അയ്യോ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോയാലും കൂടുതൽ സ്ഥലങ്ങളാണ് ഇപ്രാവശ്യം പോണ നമ്മള്. അതെ അതില്ലേ, ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ 2 സ്ഥലവും കണ്ടത്. ഇത് കയ്യും കണക്കില്ല സ്ഥലം കാണാൻ. 2 പിള്ളേരെ വെച്ച് ഓടാത്ത സ്ഥലങ്ങളില്ല. എന്നിട്ടും കാണണ്ട സ്ഥലമൊക്കെ. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എനിക്കൊരു കിടപ്പായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ ഭർത്താക്കന്മാർ, ഞങ്ങളുടെ 3 പേരുടെയും ഭർത്താക്കന്മാർ കുപ്പി വാങ്ങിക്കാനും വെള്ളം വാങ്ങിക്കാനൊക്കെ പോയി. അയ്യോ അയ്യോ ഇവിടെ ഇല്ലല്ലേ വരേണ്ടത്? എവിടെയാണ് വരേണ്ടത് നമുക്ക്? അതെ പുറത്തേക്കാണ് ഞങ്ങൾ പോണത്. കറക്റ്റാണ്. ഈ 2 പേരും എന്നെ വിശ്വസിച്ചാണ് എന്നെ പറയാൻ. ഞാൻ വഴി തെറ്റിച്ച എല്ലാവരും തെറ്റി. ഇതായിരിക്കണം. ലുലുമണി, മുത്തുമണി. സോ അങ്ങനെ നമ്മൾ ട്വിൻ ടവറിൻ്റെ പുറത്തുള്ള മ്യൂസിക് ഫൗണ്ടൻ ഷോ കാണാൻ വന്നു. ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല കളർഫുൾ ലൈറ്റ്സ് ഉണ്ട്. ലൈറ്റ്സിൻ്റെ ഒപ്പം ഫൗണ്ടൻ ഷോ ഉണ്ട്. ഇവിടെയൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ റംസാൻ പ്രമാണിച്ചായിരിക്കണം ഇങ്ങനത്തെ ബിൽഡിങ്സ് ഒക്കെ ഉണ്ട്. സോ നമ്മുടെ മെയിൻ ട്വിൻ ടവർ ഇതാണ്. ട്വിൻ ടവർ ആക്ച്വലി ഇവിടെ നിന്ന് കണ്ടാൽ ആ വ്യൂ ഭംഗി വരില്ല. നമ്മൾ കുറച്ചും കൂടി നീങ്ങി നിന്ന് കണ്ടാലേ അതിൻ്റെ ഭംഗി കിട്ടുള്ളൂ. ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ദേശബിൻ അപ്പോൾ 2 പിള്ളേരും വർക്കൊക്കെ കഴിഞ്ഞ് എണീറ്റ്. ഡാഡാ എന്ത് പറയുന്നു? വെരി നൈസ്. നിങ്ങൾ മാച്ച് ചെയ്തിട്ടതാണോ പിങ്ക്? അല്ലല്ലേ, പിങ്ക് ആൻഡ് പിങ്ക്. പിങ്ക് ആൻഡ് പിങ്ക് അല്ല. ചും ചും എന്താ?